നമസ്കാരം. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം അടുത്തിടെ ഒരു സുപ്രധാന തീരുമാനം എടുക്കുകയുണ്ടായി. രാജ്യത്തെ സേനയ്ക്കായി 87 സായുധ ഡ്രോണുകൾ വാങ്ങുക എന്ന തീരുമാനമാണ് പ്രതിരോധ മന്ത്രാലയം എടുത്തിരിക്കുന്നത്. 20,000 കോടി രൂപയുടെ ഈ ബൃഹത് പദ്ധതി ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ ശ്രദ്ധേയമായൊരു ചുവടുവയ്പ്പാണ്. കാരണം രാജ്യത്തിനെതിരെ ഉണ്ടാകുന്ന പ്രതിരോധ നീക്കങ്ങൾക്കെതിരെ ശക്തമായ തിരിച്ചടി നൽകാനും രഹസ്യ വിവരങ്ങൾ ചോർത്താനും ഈ പദ്ധതിയിലൂടെ ഇന്ത്യ സ്വന്തമാക്കുന്ന ഡ്രോണുകൾക്കാകും. പ്രത്യേകിച്ച് പാകിസ്ഥാനെ പോലുള്ളൊരു രാജ്യം ഇന്ത്യക്കെതിരെ ഇടയ്ക്കിടെ പ്രകോപന നടപടികൾ സ്വീകരിക്കാറുണ്ട്. അതിനാൽ തന്നെ ആ രാജ്യത്തെ നിരീക്ഷിക്കാനും ആവശ്യഘട്ടങ്ങളിൽ ആ രാജ്യത്തേക്ക് നുഴഞ്ഞുകയറി മിസൈൽ ആക്രമണങ്ങൾ നടത്താനും ലക്ഷ്യമിട്ടാണ് പുതിയ ഡ്രോണുകൾ ഇന്ത്യ സ്വന്തമാക്കാനൊരുങ്ങുന്നത്. കര, നാവിക, വ്യോമസേനകൾക്കായാണ് ഇത്തരം 87 സായുധ ഡ്രോണുകൾ വാങ്ങാനായി ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം ഒരു ഡ്രോണിന് 229 കോടി രൂപയാണ് ചിലവ് വരിക. പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയുടെ 3 സേനാ മേധാവികളും രാജ്യത്തിന്റെ ആയുധ ശേഖരങ്ങളിൽ ഇനി മുതൽ ഡ്രോണുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. സേനാ മേധാവികളുടെ ആ അഭിപ്രായത്തെ മാനിച്ചാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം പുതുതായി 87 ഡ്രോണുകൾ വാങ്ങുന്നതിനായുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം ഇന്ത്യ സ്വന്തമാക്കാൻ പോകുന്ന ഡ്രോണുകൾ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് ഡ്രോണുകളാണ്. മെയിൽ ഡ്രോണുകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. വിദേശ കമ്പനിയുമായി സഹകരിച്ച് നിർമ്മിക്കുന്ന ഇത്തരം ഡ്രോണുകളുടെ 60% തദ്ദേശീയമായി നിർമ്മിക്കാനാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. മെയിൽ ഡ്രോണുകൾക്ക് 30,000 അടി വരെ ഉയരത്തിൽ പറക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ തുടർച്ചയായി 24 മണിക്കൂർ നേരം പറന്ന് ലക്ഷ്യസ്ഥാനങ്ങളിലെത്തി ബോംബിടാൻ ഈ അത്യാധുനിക ഡ്രോണിനാകും. ഇത് രാജ്യത്തെ കരസേന, നാവികസേന, വ്യോമസേന എന്നീ 3 സൈനിക വിഭാഗങ്ങൾക്കും നിർണായക ഘട്ടങ്ങളിൽ ഏറെ ഉപയോഗപ്രദമായി തീരും. ആഗോളതലത്തിൽ ഇന്ന് ഡ്രോണുകളുടെ പ്രാധാന്യം ഏറി വരുന്ന കാഴ്ചയാണ് പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. ആൾനാശം കുറയ്ക്കുന്ന എന്നാൽ ശത്രു രാജ്യത്തിനെതിരെ പ്രതീക്ഷിച്ചത്ര നാശം വിതയ്ക്കാനും കഴിവുള്ള ഡ്രോണുകൾ ഇന്നത്തെ യുദ്ധതന്ത്രങ്ങളെ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. വളരെ അകലെ നിന്നിരുന്ന് പ്രവർത്തിപ്പിക്കാനാകും എന്നതിനൊപ്പം ഇവ ഉപയോഗിക്കുന്ന രാജ്യത്തിന് ആൾനാശം ഉണ്ടാകുന്നില്ല എന്ന പ്രത്യേകതയുമുണ്ട്. ഗ്ലൈഡ് ബോംബുകളും ആകാശത്ത് നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈലുകളും മെയിൽ ഡ്രോണുകളിലെ ആയുധങ്ങളാണ്. ഇതിൽ ആകാശത്ത് നിന്നും കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈലുകളാണ് മെയിൽ ഡ്രോണുകളിലെ പ്രധാന താരം. ശത്രുവിന്റെ രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുക, ഒരു പ്രദേശത്തെ നിരീക്ഷണ വലയത്തിലാക്കുക, ഒപ്പം സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കുക എന്നിങ്ങനെയുള്ള ദൗത്യങ്ങൾക്കായാണ് പ്രധാനമായും മെയിൽ ഡ്രോണുകൾ പ്രയോജനപ്പെടുത്തുന്നത്. രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാൻ സഹായിക്കുന്ന ശക്തമായ സാങ്കേതിക വിദ്യകൾ മെയിൽ ഡ്രോണുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ അതിർത്തിയിൽ ശത്രുപക്ഷത്തിന്റെ നീക്കങ്ങൾ രഹസ്യമായി നിരീക്ഷിക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. ശത്രുപക്ഷത്തെ എവിടെ വെച്ച് എങ്ങനെയാണ് ആക്രമിക്കേണ്ടത് എന്ന് തീരുമാനിക്കാനും ശക്തമായി തിരിച്ചടിക്കാനും മെയിൽ ഡ്രോണുകൾക്കാകും. രാജ്യത്തെ സൈനിക രംഗത്തെ അത്യാധുനികവൽക്കരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് മെയിൽ ഡ്രോണുകൾ സ്വന്തമാക്കാനായി പ്രതിരോധ മന്ത്രാലയം തീരുമാനമെടുത്തിരിക്കുന്നത്. ഇത് രാജ്യത്തിന്റെ കരുത്തും ശേഷിയും പുതിയൊരു തലത്തിലേക്ക് ഉയർത്തുമെന്നതിൽ സംശയമില്ല. വാർത്തയുടെ നിറം തേടി തനിനിറം.